ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. നിങ്ങളെല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഈ നൈറ്റ് കഴിഞ്ഞുള്ള ഒരു മന്തിപ്പ് പിടിച്ച ഇരിപ്പാണ് ഈ കാണിക്കുന്നത്. മന്തിപ്പിച്ചിരുന്ന കാര്യമില്ലല്ലോ എന്താണ് കഴിക്കാൻ വേണ്ടിയെന്ന് ഞാൻ ചെന്ന് നോക്കുമ്പോൾ ഇഡലിയും സാമ്പാറുമാണ്. എന്നാൽ പിന്നെ പെട്ടെന്ന് കുളിച്ചിട്ട് നമുക്ക് പല്ല് തേച്ചിട്ട് എല്ലാം കഴിക്കണമെന്ന് വിചാരിക്കുകയാണ്. അപ്പോഴാണ് ഓർത്തത്, എൻ്റെ ദൈവമേ, വാഷിംഗ് മെഷീൻ തുണികൾ കിടക്കുന്നു, അത് വിരിച്ചില്ല. പുറത്ത് നല്ല ചൂട് പൊള്ളുന്ന വെയിലാണ്. ഏലും പെട്ടെന്ന് തുണികളെല്ലാം എടുത്തിട്ടിട്ട് വിരിച്ചിട്ട് നമ്മുടെ ഓരോരോ കാര്യങ്ങൾ ചെയ്താലേ നമുക്ക് കിടന്നുറങ്ങാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തുണികളെല്ലാം വാരിക്കൂട്ടി എടുത്ത് ബക്കറ്റിലോട്ട് എടുത്തിടുകയാണ്. എടുത്ത് പെട്ടെന്ന് ഇടണം. പിന്നെ എന്താ ചെയ്യുക, എനിക്ക് ഉറക്കം വന്ന് കണ്ണിലിങ്ങനെ തങ്ങി നിൽക്കുകയാണ്. അല്ലാതെ എന്തോ ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ തുണികളെല്ലാം പെട്ടെന്ന് എടുത്തിട്ട്, ഇത് ഞാൻ ഇടാൻ പോകുന്ന ഡ്രസ്സാണ്, അത് എടുത്തിട്ടിട്ട് പിന്നെ എൻ്റെ നീലബർഗാന്ധി എണ്ണ എടുത്ത് ഞാൻ തലയിൽ തേക്കാൻ പോവാണ്. അത് ഞാൻ കയ്യിൽ ശകലം ഒഴിച്ചിട്ട് 2 വിരലുകൾ തമ്മിൽ കൂട്ടി ഉരുമിയിട്ടാണ് തലയിൽ തേക്കുന്നത്. തലയിൽ തേച്ചിട്ട് എല്ലാ മുടിയിടലിലൂടെയും നല്ലതായിട്ട് തൂക്കും എണ്ണ തേച്ചിട്ട്, പിന്നെ അത് നല്ലതായിട്ട് എല്ലാ മുടികളിലും എത്തിച്ചേർന്ന് കഴിഞ്ഞിട്ട് വരെ, അത് കഴിഞ്ഞിട്ട് വിരലുകൾ കൊണ്ട് ഒന്ന് മസാജ് ചെയ്യും. നല്ലതായിട്ട് മസാജ് ചെയ്തിട്ട് ഇതുപോലെ എല്ലാ മുടികാറ്റത്തിലും ചേർന്ന് കഴിഞ്ഞിട്ട് മസാജ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ ഞാൻ അവിടെ കുത്തിയിരിക്കും. അരമണിക്കൂർ കുത്തിയിരിക്കുന്ന സമയത്ത് ചുമ്മാ കുത്തിയിരിക്കുകയല്ല, എൻ്റെ വയറ് കുറയ്ക്കുന്ന എക്സസൈസൊക്കെ ഞാൻ ചെയ്യും ആ കൂട്ടത്തിൽ തന്നെ. അപ്പോൾ നമ്മുടെ പകുതി പണികൾ കഴിയുമല്ലോ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പം ഞാൻ കുളിച്ചിറങ്ങി. പിന്നെ എനിക്ക് വിശന്നിട്ട് വയ്യ. കുളിച്ചിറങ്ങിയപ്പോൾ ഭയങ്കര വിശപ്പായിരുന്നു. അത് ഞാൻ അതുകൊണ്ട് വിശപ്പിൻ്റെ കാഠിന്യം കൊണ്ട് 3 ഇഡലിയും സാമ്പാറും ഞാൻ എടുക്കണം. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആഹാരമാണ് ഇഡലിയും സാമ്പാറും. അതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ കഴിച്ചു. പിന്നെന്താ, ആവശ്യത്തിന് ഞാൻ എടുത്തിട്ട് പിന്നെ ഞാൻ കഴിക്കാനിരിക്കുകയാണ്. നിങ്ങൾക്കും ഇഷ്ടപ്പെട്ട ആഹാരം ഇത് തന്നെ ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഞാൻ മാത്രം കഴിച്ചാൽ പോരല്ലോ, നിങ്ങൾക്ക് കൂടി ശകലം വേണം. അതുകൊണ്ട് ഞാൻ ചെറിയ ഒരു ഇത് നിങ്ങൾക്ക് ഞാൻ തരുന്നു, നിങ്ങൾ കൂടി കഴിച്ചണം. എന്നിട്ട് രുചി എങ്ങനെയുണ്ടെന്ന് പറയണം കേട്ടോ. പിന്നെ ഞാൻ ഇരുന്നപ്പോഴാണ് ആലോചിച്ചിട്ട് ഉറക്കം കണ്ണി തട്ടുന്നു. ഇനി എന്താ ചെയ്യാം, കഴിച്ചിട്ട് എണീറ്റിട്ട് വേണം. അവിടെ കുറേ പാത്രങ്ങൾ സിങ്കി കിടപ്പുണ്ട്, അതെല്ലാം നമുക്കെടുത്ത് കഴുകേണ്ടതാണ്. അതുകൊണ്ട് പെട്ടെന്ന് കഴിച്ചിട്ട് എണീക്കുക. അത് ഓർത്തപ്പോഴാണ് പെട്ടെന്ന് ധൃതിക്ക് സ്പീഡിൽ കഴിക്കാൻ തുടങ്ങിയത്. അങ്ങനെ ഞാൻ കഴിച്ച് തീർന്നു. ശകലം കൂടിയുണ്ട്, അതും കൂടി കഴിച്ച് കഴിഞ്ഞിട്ട് എണീറ്റിട്ട് പാത്രങ്ങളെല്ലാം കഴുകാൻ വേണ്ടി ഞാൻ പെട്ടെന്ന് അടുക്കളയിലോട്ട് ഓടി. ഇങ്ങനെ ഞാൻ പാത്രം കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഓർക്കും, ഈ വീട്ടിൽ ആരും ഇല്ലെന്ന്. ഇനി ഞായറാഴ്ച ആയതുകൊണ്ട് എൻ്റെ ഹസ്ബൻഡും പിള്ളേരും പള്ളിയിൽ പോയിരിക്കുകയാണ്. ഞാൻ നൈറ്റ് ഡ്യൂട്ടി ആയതുകൊണ്ട് അവർക്ക് പിന്നെ പള്ളിയിൽ പോകാതിരിക്കാൻ പറ്റത്തില്ലല്ലോ, പള്ളിയിൽ പോവുകയും ചെയ്യണം. അതുകൊണ്ട് എന്താ ചെയ്യുക, ഞാൻ പെട്ടെന്ന് പാത്രങ്ങളെല്ലാം കഴുകി. പിന്നെ എനിക്ക് എൻ്റെ കണ്ണിലോട്ട് ഇങ്ങനെ ഉറക്കം മാടി വിളിക്കുകയാണ്. പെട്ടെന്ന് പാത്രം കഴുകി ഞാൻ പെട്ടെന്ന് കിടക്കാൻ പോവുകയാണ്. എന്തോ ചെയ്യുക, പെട്ടെന്ന് ചെയ്യാതെ ഒന്നും ഇങ്ങനെ പാത്രം സിങ്കി കൂട്ടിയിടുന്ന അത് ശരിയല്ലല്ലോ. പിന്നെ ഞാൻ കൈയൊക്കെ കഴുകി കിടക്കാൻ പോവാണ്. ഗായ്സ്, ബൈ, ടേക്ക് കെയർ.